ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ ആണല്ലോ. ഇന്ന് സൺഡേക്ക് പറ്റിയ ഒരു കുക്കിംഗ് ആണ്. സൺഡേ ഇസ് എ ലേസി ഡേ. എല്ലാവരും വളരെ സാവധാനം എണീച്ച് എവിടെയും എൻഗേജ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ വളരെ ലേറ്റായി ഫുഡ് ആക്കി കഴിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് ഇന്ന് അതിന് പറ്റിയൊരു പാചകമാണ്. ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ഒരു ക്യാരറ്റ്, കക്കിരി, ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി, ഏത് പച്ചക്കറികൾ പച്ചയായി കഴിക്കുന്ന ഏത് പച്ചക്കറി നിങ്ങൾക്ക് എടുക്കാം. വളരെ നേർമയായി അരിയണം. പിന്നെ പച്ചമുളക്, മല്ലിച്ചപ്പ്, ചീസ് സ്ലൈസ് ആൻഡ് ബട്ടർ, പിന്നെ ഒരു അല്പം തൈര് കൂടി എടുത്ത് വയ്ക്കണം. ഉപ്പും കൂടി വേണം. ഇതൊക്കെ എടുത്ത് തയ്യാറാക്കി വയ്ക്കുക ആദ്യമേ തന്നെ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയും മാറി മാറി എടുക്കാം. ഇത് വേണമെന്നൊന്നുമില്ല, ഇതിൽ കുറഞ്ഞാലും പ്രശ്നമില്ല. കുറച്ചധികം വേണം വെക്കുമ്പോൾ ഫില്ല് ചെയ്യാൻ. ഇതാണ് ബ്രെഡ് ടോസ്റ്റർ. ഇത് ഓക്കെ കമ്പനിയുടെ അനഡൈസ്ഡ് ടോസ്റ്ററാണ്. ഇതിലാകുമ്പോൾ നല്ല ഡിസൈനായിട്ട് കിട്ടും. ഇതിൻ്റെ അലൂമിനിയത്തിൻ്റെതും കിട്ടുന്നുണ്ട്. അതായിരുന്നു ഇതുവരെ, അത് പോയപ്പോഴാണ് ഇത് വാങ്ങിച്ചത്. ഇനി ആ ടോസ്റ്ററിൻ്റെ ഒരു ഭാഗത്ത് ഒരല്പം ബട്ടർ ഇട്ട് ഒരു സ്ലൈസ് ബ്രെഡ് വയ്ക്കുക. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും മതി. അതിൽ അടിയിൽ അല്പം തൈര് തൂകി മുകളിൽ ഈ പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അട്ടിക്കട്ടിക്ക് വയ്ക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരല്പം തൈരും, ഒരുപാടായി പോകരുത്, തൈരും ഉപ്പും മാറി മാറി അല്പം അല്പം ഇട്ട് കൊടുക്കുക. ഈ പച്ചക്കറിക്ക് വേണ്ടുന്ന ഉപ്പ് ഒരുപാടാകരുത്. മുകളിൽ വയ്ക്കുന്ന പച്ചക്കറിക്ക് അധികം ഉപ്പിടണ്ട. കാരണം അതിൻ്റെ മുകളിൽ ഈ ചീസ് സ്ലൈസ് വെക്കുന്നുണ്ട്. ചീസ് സ്ലൈസ് ആകുമ്പോൾ അതിൻ്റെ ഉപ്പ് കൂടി വരും. ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് പനീർ, റോസ്റ്റ് ചെയ്ത പനീർ വയ്ക്കാം, ചീസ് ക്യൂബ്സ് ചുരണ്ടിയിടാം, എന്തും ഇടാം. മുകളിൽ ഇത് വച്ചാൽ നല്ല ടേസ്റ്റാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇല്ലാതെയും ആക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം ബ്രെഡ് കൂടി വെച്ച് അല്പം ബട്ടർ അതിൻ്റെ മുകളിൽ വെച്ച് ഇത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അത് ശ്രദ്ധിക്കണം. ആ സമയത്ത് നമുക്ക് അടുത്ത ബ്രെഡ് ടോസ്റ്റിന് വേണ്ടുന്ന സ്ലൈസസ് ഇവിടെ തയ്യാറാക്കി വയ്ക്കാം. എങ്കിൽ സമയം ഒരുപാടാവില്ല. അല്ലെങ്കിൽ അത് അടുപ്പത്ത് നിന്ന് ഇറക്കി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴേക്ക് നമ്മുടെ സമയം പോകും. അതിനാണ് ഇത് ഒന്ന് സെറ്റ് ചെയ്ത് ഇവിടെ വെക്കുക. അപ്പോഴത്തേക്ക് ഈ അടുപ്പിലുള്ള ടോസ്റ്റർ മറന്നു പോകരുത്. ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് തുറന്ന് നോക്കണം. ഓരോ പ്രാവശ്യം തുറന്ന് നോക്കി തിരിച്ചും മറിച്ചും അതിൻ്റെ കളർ കറക്റ്റ് ആവുന്നത് വരെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇനി ഇത് ബ്രെഡ് ടോസ്റ്റ് ആയിക്കഴിഞ്ഞു. ഇതെല്ലാവരും കഴിക്കാൻ പോകുന്ന സമയത്തെ ഇത് നമ്മൾ ഉണ്ടാക്കാവൂ. ഒരു 10 മിനിറ്റ് മുന്നേ ഉണ്ടാക്കി വെക്കാം. നല്ല ചൂടുണ്ടാവും. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളതുമുണ്ട്. അത് ഞാൻ പിന്നൊരു അവസരത്തിൽ കാണിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.